എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടഹരി ചിക്കൻ പുലാവ് എന്നാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ വാച്ച് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുലാവും കൂടിയാണ് കേട്ടത്. പിന്നെ മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ. അപ്പോൾ അതെ, ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബസുമതി റൈസ് ഒന്ന് വെള്ളത്തിലൊന്ന് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളൊരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നല്ല കട്ട തൈരുണ്ടല്ലോ അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നീരൊന്ന് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സ്പൈസസും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ വളരെ നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ സവാള നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് റെഡിയായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ 2 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ ഒരു 3 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് എല്ലാ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് ഉപ്പൊന്ന് എന്താ പറയുക വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് ജാസ്തിയായിട്ട് നിന്നാലാണ് കറക്റ്റായിട്ട് ആ അരിയിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വറ്റി റെഡിയായി വന്നുമ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയും അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഒന്ന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നന്നായി ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈ ചിക്കൻ പുലാവ് ഇവിടെ ഇതേപോലെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല അതുപോലെ തന്നെ റൈസൊന്നും കുഴഞ്ഞു പോകുന്നില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിനും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായിട്ടുള്ളൊരു ചിക്കൻ പുലാവാണ്.
അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു സൺഡേ ഒക്കെ വരുമ്പോൾ ഇതേപോലെയുള്ള റെസിപ്പികളൊക്കെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ ദേ ഞാൻ ഇവിടെ ഒരു മുട്ടയും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാലഡൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.